ഒടുവിൽ പ്രതിപക്ഷത്തിന്റെയും CJPയുടെയും ആവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഗണിക്കുകയാണ്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കാൻ ഒടുവിൽ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. പകരം ധനവകുപ്പിന്റെ ചുമതലയിൽ നിന്ന് മാറ്റപ്പെടുന്ന മന്ത്രി നിർമ്മല സീതാരാമൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല ഏറ്റെടുക്കും. ഇതോടെ ഒരു മാസക്കാലമായി ഉയർന്നു കേൾക്കുന്ന നീറ്റ് ചോദ്യപേപ്പർ വിവാദത്തിന് തിരശ്ശീല വീഴുമെന്ന് കേന്ദ്ര സർക്കാർ വിശ്വസിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആദ്യം ആവശ്യപ്പെട്ടത്. പിന്നാലെ രാജ്യത്ത് തലപൊക്കിയ CJP മൂവ്മെന്റ് വിഷയം ഏറ്റെടുക്കുകയായിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ സംഘടിപ്പിച്ച പ്രത്യേക കോൺക്ലേവിൽ പങ്കെടുത്ത CJP പ്രതിനിധികൾ അടക്കമുള്ള വിദ്യാർത്ഥികൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയിൽ നിന്ന് പ്രധാനെ മാറ്റുന്നതുവരെ പ്രക്ഷോഭങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. രാജ്യത്തെ ലക്ഷക്കണക്കിന് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയ നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയുള്ള പ്രതിഷേധം രാഷ്ട്രീയ തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ വസ്തുത ഇപ്പോൾ BJPയും തിരിച്ചറിയുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ രാജി. പരീക്ഷാ നടത്തിപ്പിലെ വീഴ്ചകൾക്കും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും ഉത്തരവാദിയായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അടിയന്തരമായി രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കിയതോടെ BJPക്ക് മുന്നിൽ വഴികൾ അടയുകയായിരുന്നു. പ്രതിഷേധത്തിന് തിരികൊളുത്തിയത് ഒരു വിവാദ പരാമർശമാണ്. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെയും സംഘടനകളെയും ഭീകരവാദികളുടെ B ടീം എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിശേഷിപ്പിച്ചത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതാണ് മന്ത്രിയുടെ രാജിയിൽ വരെ എത്തിയ ഘടകം. ഈ പരാമർശം പ്രതിഷേധക്കാരുടെ രോഷം ഇരട്ടിയാക്കുകയും ചെയ്തു. മന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അന്ന് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. അധികാരം കയ്യിലുണ്ടെന്ന അഹങ്കാരത്തിൽ വിദ്യാർത്ഥികളെ ഭീകരവാദികളെന്നും മുദ്രകുത്തുന്ന സർക്കാർ നടപടി അപലപനീയമാണെന്നും തന്റെ പരാജയത്തിന് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി ഉടൻ രാജിവെക്കണമെന്നുമാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത്. ഇതിന് തൊട്ടുപിന്നാലെ CJP മൂവ്മെന്റ് ശക്തി പ്രാപിക്കുകയും രാജ്യതലസ്ഥാനം നിശ്ചലമാവുകയും ചെയ്തതോടെ BJP ആകെ കുടുങ്ങുകയായിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. BJP സർക്കാരിന്റെ കാലത്ത് 90ഓളം പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോർന്നുവെന്നും ഇതിലൂടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളാണ് തകർന്നതെന്നുമാണ് ഖാർഗെ ചൂണ്ടിക്കാട്ടിയത്. വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുമ്പോഴും വിദ്യാഭ്യാസ മന്ത്രി കസേരയിൽ കടിച്ചു തൂങ്ങുകയാണെന്നും ഖാർഗെ അന്ന് പരിഹസിച്ചിരുന്നു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് പാർലമെന്റിലും പ്രതിഷേധം അലയടിക്കുന്നുണ്ട്. മന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ പ്രതിപക്ഷാംഗങ്ങൾ നീറ്റ് എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് സഭയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. വിഷയത്തിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ജൂൺ 30 മുതൽ ഛാത്രോൺകി ഗൂഞ്ച് അഥവാ വിദ്യാർത്ഥികളുടെ ശബ്ദം എന്ന പേരിൽ 40 ദിവസം നീണ്ടു നിൽക്കുന്ന രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് പാർട്ടി തുടക്കം കുറിക്കുകയാണ്. ഈ ക്യാമ്പയിൻ രാജ്യവ്യാപകമായി അലയടിക്കുമ്പോൾ മോദിയുടെ സിംഹാസനം ഇളകുമെന്ന് ഉറപ്പാണ്. അതിന് നിൽക്കാതെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്താക്കി തടിതപ്പാനാണ് മോദി ശ്രമിക്കുന്നത്. കോൺഗ്രസ് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തെരുവ് യോഗങ്ങൾ, ലഘുലേഖാ വിതരണം, ക്യാമ്പസ് ഔട്ട്റീച്ച് പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 1-ന് 28 നഗരങ്ങളിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തും. ഓഗസ്റ്റ് 9-ന് ഡൽഹിയിലേക്ക് വൻ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. പരീക്ഷാ സംവിധാനത്തിലെ അഴിമതിക്കെതിരെയും നീതി ലഭിക്കുന്നതുവരെയും തങ്ങൾ പോരാട്ടം തുടരുമെന്ന് വിദ്യാർത്ഥി സംഘടനകളും വ്യക്തമാക്കുന്നു. പരീക്ഷാ നടത്തിപ്പിലെ സുതാര്യത ഉറപ്പാക്കാനും വിദ്യാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിക്കാനും കേന്ദ്ര സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം രാജ്യമൊട്ടാകെ ഉയരുകയാണ്. എന്തായാലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെ ഒന്നും അവസാനിക്കുമെന്ന് കരുതേണ്ട എന്ന മുന്നറിയിപ്പാണ് പ്രതിപക്ഷവും വിദ്യാർത്ഥി സമൂഹവും കേന്ദ്ര സർക്കാരിന് നൽകുന്നത്.